വ്യൂവേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഓണം സ്കേർട്ട് മേക്കപ്പ് ലുക്ക് ആട്ടോ. സ്കേർട്ടിനൊക്കെ പറ്റിയൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് അഞ്ജലി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു മോയ്സ്ചറൈസർ എടുത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതൊരു സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്കാണ്. എനിക്ക് അത്രയും വലിയ പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാനും അറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ കരുതി സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ കരുതിയിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഒരു സൺസ്ക്രീം എടുത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ ഈ വീഡിയോയുടെ കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. പക്ഷെ ഉള്ള പ്രൊഡക്റ്റ് വെച്ചാൽ നമുക്ക് അടിപൊളിയാവും വേണം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എപ്പോഴും ഒരുങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഈ സ്റ്റെപ്പൊക്കെ ചെയ്താൽ അത്യാവശ്യം ചെയ്യാൻ പറ്റും. അല്ല, അത്യാവശ്യം ലുക്കാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാൻ കരുതിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് മാരേജിനൊക്കെ പോകുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാം. വലിയ ഓവറായിട്ട് നമ്മുടെ കയ്യിലുള്ള ചെറിയ പ്രൊഡക്ട്സ് വെച്ചിട്ട് അത്രയും ഓവറാക്കാതെ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ലുക്ക്. ഇതായിരുന്നു എൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ തേർഡ് സ്റ്റെപ്പായിട്ട് കുറച്ച് പൗഡർ എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാനൊരു പ്രൊഫഷണൽ ആയിട്ടൊന്നും ചെയ്യുന്ന ഒരാളൊന്നും അല്ല. അതുകൊണ്ട് തെറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ക്ഷമിക്കുക കേട്ടോ, കാണുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഈ പൗഡർ ഇടുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് കുഞ്ഞിക്കൂലൻ സിനിമയിലെ ദിലീപേട്ടൻ പൗഡർ ഇടുന്നതൊക്കെയാണ് എൻ്റെ ഒരു ഓർമ്മയിൽ വരുന്നത്. കാരണം പുട്ടി അങ്ങോട്ട് അടിച്ച് കൂട്ടുക അങ്ങനെയല്ല, കുറച്ച് നമുക്ക് കോമ്പാക്ട് പൗഡറിന് പകരം നമ്മുടെ സാധാരണ പൗഡർ യൂസ് ചെയ്യുന്നതാണ് എന്നും നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ എന്താ പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ കണ്ണിൻ്റെ അവിടേക്കും ജസ്റ്റ് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് കണ്ണ് എഴുതുമ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ആവാതിരിക്കാൻ കുറച്ചും കൂടി നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ കണ്ണെഴുതാൻ പോവുകയാണ്. ഞാൻ ഐലൈനർ വെച്ച് ചെയ്യുന്നില്ല. ഞാൻ കരുതി അതൊന്നും ഒഴിവാക്കിയിട്ട് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. എന്നാൽ ഒരു കാണാൻ എൻ്റെ ഒരു മനസ്സിൽ നാടൻ ലുക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടാവും, ക്ഷമിക്കാട്ടോ. അപ്പോൾ ഞാൻ കണ്ണ് നന്നായി എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണ് എഴുതുന്നവർ എന്തായാലും കണ്ണ് എഴുതാൻ നോക്കുക. അത് എപ്പോഴും ഒരു അടിപൊളിയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണ് എഴുതാൻ. ഞാൻ അതുകൊണ്ട് ഐലൈനർ അങ്ങനെ യൂസ് ചെയ്തില്ല. കണ്ണ് ഫുള്ളായിട്ട് എഴുതുന്നവർ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ണ് എഴുതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കരുതി കണ്ണ് എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വാലിട്ട് കൊടുക്കാം. കാരണം എനിക്കിപ്പോൾ കണ്ണ് എഴുതിയിട്ട് വാലിടാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല. അപ്പോൾ എനിക്ക് ഈ ക്യാമറ നോക്കിയിട്ടൊന്നും മേക്കപ്പ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ടാട്ടോ ഞാൻ ഈ കണ്ണാടിയിലൊക്കെ നോക്കി എത്തിപ്പാടിയൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വാലൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കണ്ണിൻ്റെ സൈഡിൽ. അപ്പോൾ അതെനിക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ കണ്ടെഴുതാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് എടുത്തു. അപ്പോൾ ഞാനൊരു പിങ്കിഷ് കളറായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. പിങ്കും എന്നൊരു ബ്രൗൺ അങ്ങനെയൊക്കെ ഒരു ടൈപ്പ് ലിപ്സ്റ്റിക്കാണ്. പക്ഷെ എനിക്ക് തോന്നി ഞാനിപ്പോൾ കുറച്ചും കൂടി ബ്രൗൺ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ബ്രൗൺ യൂസ് ചെയ്യാനായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് ബ്രൗൺ ഇട്ട് നോക്കി. അപ്പോൾ വേറെ തന്നെ ഒരു ഷെയ്ഡ് കിട്ടി. അപ്പോൾ ഓക്കെ, ഞാനതിൽ ഓക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഷെയ്ഡ് എടുത്തിട്ട് അതിൻ്റെ മേലെ അപ്ലൈ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇതൊക്കെ ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് വേണമല്ലോ, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓണക്കല്ലേ, നമ്മളും ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഈ റോസ് പൗഡർ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് മുഖത്ത് കുറച്ച് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതേപോലെ കണ്ണിൻ്റെ മേലെ ഐ ഷാഡോയ്ക്ക് പകരം ഞാൻ അതാണ് അപ്ലൈ ചെയ്തത്. ഉള്ള ലിപ്സ്റ്റിക്കൊക്കെ വെച്ച് നമ്മൾ ഉള്ളത് വെച്ചിട്ട് അടിപൊളിയാക്കുക, അതാണ് ചെയ്യേണ്ടത്. അതാവുമ്പോൾ നമുക്ക് അത്രയും ഉപകാരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അതായത് മുഖത്ത് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഒരു ബ്ലാക്ക് പൊട്ട് എനിക്കതിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കംഫർട്ടബിൾ ആയിരുന്നു. ഓക്കെ, അതായിരുന്നു എൻ്റെ മനസ്സിൽ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തതായിട്ട് നമ്മൾ സാധാരണ കണ്ണ് ഞാൻ എഴുതുമ്പോൾ കണ്ണിങ്ങനെ പരക്കില്ല. അപ്പോൾ ഞാൻ പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ അങ്ങനെയാണ് ചെയ്തു തരിക. കണ്ണൊക്കെ എഴുതി കുത്തൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് വരുമ്പോൾ ഇങ്ങനെ പൗഡർ ഇടില്ല, അതിങ്ങനെ സ്പ്രെഡ് ആവാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വെച്ച് കുറച്ച് ടിപ്സും നമുക്കറിയാമല്ലോ, ഉള്ള ടിപ്സൊക്കെ വെച്ചിട്ട് നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ണ് വരക്കാതിരിക്കാൻ എപ്പോഴും അങ്ങനെ, കാരണം നോർമൽ കൺമഷിയൊക്കെ എന്തായാലും പരക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ പൗഡറൊക്കെ വെച്ച് അഡ്ജസ്റ്റ്. പിന്നെ ആ കൺമഷി വെച്ചിട്ട് തന്നെ മുകളിൽ നമ്മുടെ എൻ്റെ ഒരു പെൻസിലാണല്ലോ, അപ്പോൾ ആ പെൻസിൽ വെച്ച് എനിക്ക് കുറച്ചും കൂടി മേലെ കണ്ണിൻ്റെ മേലെ, അതായത് മുകളിലത്തെ ഭാഗത്ത് ഇങ്ങനെ മറച്ചിട്ട് നമ്മൾ ചെയ്യൂലേ, മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും, ഏകദേശം എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഐലൈനറായിട്ടല്ല, എൻ്റെ ഉള്ളിലേക്ക് ഞാൻ എഴുതുന്നത്. അപ്പോൾ ഒരു ഫിനിഷിങ് വരും. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ഹെയർ സ്റ്റൈൽ.
എനിക്ക് ഈ സാധനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു. ഒരു ഫ്ലോയിൽ അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ വീഡിയോ തന്നെ അതായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ മുടി ജസ്റ്റ് പിരിച്ച് സ്ലൈഡ് കുത്തി കൊടുത്തു. അതായത് ജസ്റ്റ് 2-3 മുടി എടുത്തു, അത് ഒരുമിച്ചാക്കി പിരിച്ചു, അങ്ങനെ സ്ലൈഡ് കുത്തി. അതായത് മുന്നിൽ കുറച്ച് പഫ് വരുന്ന പോലെ, കാരണം എൻ്റെ മുടി കേളായതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് അവിടെ ഇവിടെയൊക്കെ പൊന്തി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ അവിടെ സ്ലൈഡ് വെച്ച് സെറ്റാക്കി. കാരണം മുടി അഴിഞ്ഞു പോവാതിരിക്കാൻ കുറച്ചും കൂടി നല്ല 2-3 സ്ലൈഡ് കുത്തി വയ്ക്കുന്നതാണ്. എൻ്റെ അങ്ങനെയാണ്. കുറച്ച് കഴിഞ്ഞ് സ്ലൈഡൊക്കെ ലൂസായിട്ട് എൻ്റെ കയ്യിൽ കിട്ടും. അപ്പുറത്തെ സൈഡും ഞാൻ അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങളുടേതായ ഇഷ്ടം, നിങ്ങളുടേതായിട്ടുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യുക. പക്ഷേ ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണോ, ഇതൊന്നും അത്രയും വലിയ പ്രശ്നമൊന്നുമുള്ള കാര്യമൊന്നുമല്ല. പക്കാതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഒരുങ്ങാനൊക്കെ പറ്റും. ഞാൻ അങ്ങനെ തന്നെയാണ് സമാധാനിക്കാറ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ എൻ്റെ ഹെയർ സ്റ്റൈൽ ശരിയാക്കി സെറ്റാക്കി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ മുല്ലപ്പൂ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുല്ലപ്പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുല്ലപ്പൂ വെച്ചിട്ട് സെറ്റാക്കാൻ വേണ്ടി കുറച്ച് ഈർക്കിളി സ്ലൈഡൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മുഴം അങ്ങോട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പീസാക്കി കുറച്ച് യൂസ് ചെയ്യാം, ഒരു മുഴക്കം മതി നമ്മുടെ ഹെയറിന് എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്തേക്കാം. അടുത്ത് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം, വേറെ വീഡിയോ എന്തെങ്കിലും ചെയ്യുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കരുതി ഞാനത് മാറ്റി വെച്ചു. ഓക്കെ, അപ്പോൾ എന്താ ഈ ഇത്രയും ലെങ്ത്ത് വെച്ചിട്ട് ഞാൻ നോർമൽ ഈ നമ്മുടെ ഹെയറിന് താഴത്ത് കൂടെ എടുത്തിട്ട് മേലേക്ക് വെച്ചിട്ട് സ്ലൈഡ് സെറ്റാക്കി കൊടുക്കുക. അതായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ ചെയ്തു. അത് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ മുല്ലപ്പൂ വെച്ച് സ്കേർട്ട് ഇട്ട് ഈ ഒരു ലുക്ക് വന്ന് എനിക്ക് എൻ്റെ ഓണം വന്നു തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈൽ ശരിയായി. അപ്പോൾ ഞാൻ മൊത്തത്തിൽ റെഡി ആയിട്ടോ. പിന്നെ എനിക്ക് ഈ കമ്മലും മാല വള അതൊന്നും ഉണ്ടായില്ല, കാരണം ഞാൻ ഹോസ്റ്റലിൽ ഇരുന്നിട്ടാണ് ഇതിപ്പോൾ റെഡി ആവുന്നത്. അതൊക്കെ എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫുള്ളായിട്ടുള്ള ഡ്രസ്സും ഫുള്ളായിട്ടുള്ള ലുക്കും ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.